എഴുതിയുണ്ടാക്കിയത് എന്നാണ്. മനുഷ്യരാണ് വേദങ്ങളൊക്കെ എഴുതിയുണ്ടാക്കിയത്. അതിൽ തർക്കമൊന്നുമില്ല. മനുഷ്യർ എഴുതിയതുകൊണ്ടാണ് അതിൽ മനുഷ്യന്റെ കോലവും മനുഷ്യന്റെ സ്വഭാവവും മനുഷ്യന്റെ സംസ്കാരവും മനുഷ്യന്റെ മൂല്യബോധവും ഒക്കെ വന്നത്. ഇനി മുഹമ്മദ് നബിയാണോ ഖുർആൻ എഴുതിയതെന്ന് ചോദിച്ചാൽ അത് എഴുതിയത് മുഹമ്മദ് നബി അല്ല. മുഹമ്മദ് നബി അതൊക്കെ പറയുകയാണ് ചെയ്ത്. മുഹമ്മദ് നബി മാത്രമല്ല, ദൈവത്തിന്റെ ഭാഷയിൽ വെളിപാടുകൾ സംസാരിക്കുന്ന ഒരുപാട് വെളിച്ചപ്പാടുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് ഏതൊരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ ചെന്നാലും ഒരു വാളും പിടിച്ചിട്ട് ഒരു വെളിച്ചപ്പാട് അവിടെയൊക്കെ ഓടി നടന്നിട്ട് ആ ക്ഷേത്രത്തിലെ ദൈവം ഏതാണോ ആ ദൈവത്തിന്റെ ഭാഷയിൽ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാം. ആ വാള് പിടിച്ച വെളിച്ചപ്പാട് സാധാരണ അയാളെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്ന ഭാഷയോ ശൈലിയോ ട്യൂണോ ടോണോ ഒന്നും അല്ല. അത് ഒരു പ്രത്യേക ഭാഷയിലും പ്രത്യേക ഈണത്തിലും ഒക്കെ നീട്ടിയും വലിച്ചു അത് കുറെ കാര്യങ്ങൾ പറയും. അതിനാണ് നമ്മൾ വെളിച്ചപ്പാട് പറയാന്ന് പറഞ്ഞത്. ആ വെളിച്ചപ്പാട് വിശ്വസിക്കുന്നതും വെളിച്ചപ്പാടിൽ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നതും ആ പറയുന്നത് അയാളല്ല, അയാൾ ഈ ദൈവത്തിന്റെ ഭാഷയിലൂടെ ദൈവം അയാളിലൂടെ പറയുകയാണെന്നാണ്. അപ്പൊ ദൈവത്തിന്റെ ഒരു ഗതികേട് എന്താ വെച്ചാൽ വർത്താനം പറയാൻ മൂപ്പർക്ക് തൊള്ളയില്ലാത്തതുകൊണ്ട് മനുഷ്യന്മാരെ വാടകയ്ക്ക് എടുക്കേണ്ടി വരുന്നതാണ്. അങ്ങനെ മനുഷ്യന്മാരുടെ ശരീരവും മനുഷ്യന്മാരുടെ സ്വനപേടകവും വാടകയ്ക്കെടുത്തുകൊണ്ട് മനുഷ്യരുടെ ഭാഷ കടമെടുത്തുകൊണ്ട് മനുഷ്യരോട് വെളിപാടുകൾ പറയേണ്ട ഒരു ഗതികേടൊന്നും സത്യത്തിൽ ദൈവത്തിനില്ല. ഇനി ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് കൂട്ടത്തിൽ പറയാതെ വയ്യ. ഇവിടെ എനിക്ക് നമ്മുടെ ചോദ്യോത്തരം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മുഹമ്മദ് അലി സാർ ഒരു കാര്യം ഇവിടെ പറയുകയുണ്ടായി. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചിട്ട് മനുഷ്യർക്ക് ദൈവം ഒരു ഭരണഘടന എഴുതി കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മനുഷ്യർക്ക് ദൈവം ഒരു ഭരണഘടന എഴുതി കൊടുത്തിട്ട് ആ ഭരണഘടന അനുസരിച്ച് മനുഷ്യർ ജീവിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയത് ദൈവം എന്ന എന്റെ ഒരു ദൈവസങ്കല്പമുണ്ട്. എന്റെ ദൈവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ മനുഷ്യനെയും ഈ പ്രകൃതിയെയും ഈ പ്രപഞ്ചത്തെയും ഒക്കെ സംവിധാനിച്ചു എന്ന് പറയുന്ന ഒരു ശക്തിയോ അല്ലെങ്കിൽ ഒന്നിലധികം ശക്തികളോ, അത് പ്രപഞ്ച ശക്തി അല്ലെങ്കിൽ പ്രകൃതി ശക്തി തന്നെയാണ് നമ്മളതിനെ പറയുന്നത്. ഈ പ്രപഞ്ച ശക്തിയോ പ്രപഞ്ച വ്യവസ്ഥയോ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ഈ സംവിധാനമോ ആണ് ദൈവമെങ്കിൽ ആ ദൈവം മനുഷ്യർക്ക് നൽകിയ ഒരു ഭരണഘടനയെക്കുറിച്ച് തന്നെയാണ് വിശ്വനാഥൻ ഡോക്ടർ ഇവിടെ പറഞ്ഞത്. മനുഷ്യർക്ക് ധാർമ്മികത എന്ന് പറയുന്നത് ആ ഭരണഘടനയിലൂടെ നേരത്തെ തന്നെ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. അത് എഴുതി തന്നത് പലകമേലും കല്ലുമേലും കിതാബിലും അല്ല, മറിച്ച് നമ്മുടെ ജനിതകത്തിനകത്താണ്. അതിനാണ് ജന്മവാസന എന്ന് പറഞ്ഞത്. മനുഷ്യർക്ക് വേണ്ടതെല്ലാം ഇവിടെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഭരണഘടനയും ആ ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിശക്തിയും എല്ലാം തന്നെ ഈ പ്രകൃതി ജന്മസിദ്ധമായി നമുക്ക് അങ്ങോട്ട് തരികയാണ് ചെയ്തത്. ആ ജന്മവാസനകളും അതിലൂടെ കിട്ടിയിട്ടുള്ള നമ്മുടെ യുക്തിയും ഉപയോഗിച്ചാണ് നമ്മൾ ആവശ്യമുള്ള ഭരണഘടന ഉണ്ടാക്കുകയും പുതുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ ദൈവം ഭരണഘടന തന്നു എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷെ ദൈവം ഭരണഘടന തരാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാരെയോ മനുഷ്യന്മാരുടെ ഭാഷയോ മനുഷ്യന്മാരുടെ തൊള്ളയൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് സംസാരിക്കേണ്ട ഒരു ഗതികേടും ദൈവത്തിനില്ല. ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ ഇടയുള്ള അല്ലെങ്കിൽ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് തന്നെ പറയാം. എന്തുകൊണ്ടാണ് യുക്തിവാദികൾ അമ്മേനെയും പെങ്ങളെയും, അതാണ് ഇപ്പം ഇവിടെ വരാൻ പോകുന്നൊരു വലിയ ചോദ്യം, അമ്മേനെയും പെങ്ങളെയും ഒന്നും കയറിയിട്ട് വ്യഭിചരിക്കാത്തത്? അങ്ങനെ ഒരു ചോദ്യം. അമ്മേനെ എന്തുകൊണ്ടാണ് യുക്തിവാദികളായ മക്കൾ ചാടിക്കേറി വ്യഭിചരിക്കാത്തത് എന്നൊരു ചോദ്യം ചോദിക്കാം. അമ്മേനെ വ്യഭിചരിക്കരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് ദൈവം പറഞ്ഞത് ഏതെങ്കിലും മതത്തിന്റെ കിതാബിൽ കൂടെ അല്ല, അറബി ഭാഷയിലല്ല, ഹീബ്രു ഭാഷയിലല്ല, സംസ്കൃത ഭാഷയിലല്ല, ജനിതക ഭാഷയിലാണ്. അതാണ് ദൈവം തന്ന ഭരണഘടന, അതാണ് ദൈവം തന്ന വെളിപാട്. എന്താണ്, എങ്ങനെയാണ് അമ്മയെ വ്യഭിചരിക്കരുത് എന്ന് ദൈവം പറഞ്ഞത്? അമ്മയ്ക്കും മകനും തമ്മിൽ ലൈംഗിക ആകർഷണത്തെക്കാൾ ഉപരിയായി അമ്മ പുത്രവാത്സല്യത്തിൻ്റെതായ ഒരു വൈകാരിക അംശം കൂടുതലായി ഉണ്ട്. നൈസർഗികമായി തന്നെ ഒരു മകൻ അമ്മയോടോ അമ്മയ്ക്ക് മകനോടോ ലൈംഗിക ആകർഷണം തോന്നാത്തതുകൊണ്ടാണ് ഈ കുടുംബങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോണേ. അല്ലെങ്കിൽ അള്ളാനെ പേടിച്ചിട്ടൊന്നും അടങ്ങിയിരിക്കൊന്നുമില്ല. അള്ളാനെ പേടിച്ചിട്ടാണ് അടങ്ങിയിരിക്കുന്നതെങ്കിൽ അയലോക്കത്തെ പെണ്ണിനെയും വെറുതെ വിടണം. വിടുന്നില്ലല്ലോ.
അമ്മയെ വെറുതെ വിടുന്നത് പോലെ, പെങ്ങളെ വെറുതെ വിടുന്ന പോലെ അയൽവക്കത്തുള്ളവരെ, നാട്ടുകാരുടെ പെണ്ണുങ്ങളെ ഒന്നും വിടുന്നില്ലല്ലോ ആരും. കിട്ടിയ സഞ്ചം കിട്ടിയാൽ പിടിക്കുന്നുണ്ടല്ലോ. എന്താ അമ്മേനെ സ്വന്തമായി വീട്ടിൽ തന്നെ എപ്പോഴും പിടിക്കാൻ സൗകര്യം, എന്നിട്ടും പിടിക്കുന്നില്ല. എന്താ കാരണം? പിടിക്കരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് ദൈവത്തിന്റെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്, പ്രകൃതിയുടെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ജനിതക ഭാഷ, അതാണ് ജന്മവാസന. ഇനി പട്ടീന്റെ ഇറച്ചി തിന്നാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളത് മുസ്ലിങ്ങൾക്കിടയിൽ തർക്ക വിഷയമാണ്. എന്തൊക്കെ തിന്നണം എന്നുള്ളതും ഈ ജനിതക ഭാഷയിലാണ് പറഞ്ഞിട്ടുള്ളത്, മനുഷ്യരോടും മറ്റു ജന്തുക്കളോടൊക്കെ. പക്ഷെ മതം അതിലൊക്കെ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇന്ന ജന്തുക്കളെ തിന്നാൻ പാടില്ല, ഇന്ന ജന്തുക്കളെ തിന്നാം എന്ന് പറഞ്ഞു. ഖുർആനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ ആ ഏതൊക്കെ ജന്തുവിനെ തിന്നണമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ പട്ടി പറഞ്ഞിട്ടില്ല. അപ്പോ മതപണ്ഡിതന്മാർ തമ്മിൽ തർക്കം, പട്ടീന്റെ ഇറച്ചി തിന്നാവോ തിന്നാൻ പാടില്ലേ. 4 മദ്ഹബുണ്ട് പ്രധാനപ്പെട്ട. അതിൽ ഒരു മദ്ഹബ് പട്ടിയിറച്ചി തിന്നാം, മാലിക്കി മദ്ഹബിൽ പട്ടിയിറച്ചി ഹലാല. ബാക്കി 3 മദ്ഹബിൽ പട്ടിയിറച്ചി തിന്നാൻ പാടില്ല, ഹറാമാ. പക്ഷെ പട്ടീന്റെ തീട്ടം തിന്നാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ മദ്ഹബുകൾ തമ്മിൽ തർക്കമില്ല. എന്താ കാരണം? തീട്ടം തിന്നരുത് എന്ന് ഒറിജിനൽ ദൈവം പറഞ്ഞിട്ടുണ്ട്. ഒറിജിനൽ ദൈവം എങ്ങനെയാ നമ്മളോട് തീട്ടം തിന്നരുത് എന്ന് പറഞ്ഞത്? തീട്ടം തിന്നാൻ തോന്നാത്ത വിധത്തിൽ അറപ്പിന്റെ രസതന്ത്രം നമ്മുടെ ജനിതകത്തിൽ ഉൾപ്പെടുത്തി. അറപ്പ് എന്ന അതിനൊരു കെമിസ്ട്രി ഉണ്ട്. അറപ്പ് എന്ന് പറയുന്നതിന്റെ കെമിസ്ട്രിയെ കുറിച്ച് നമ്മുടെ മനോജ് ഡോക്ടർ നല്ല സുന്ദരൻ ഒരു ലേഖനം ബ്ലോഗിൽ എഴുതിയിരുന്നു. മനുഷ്യന് അറപ്പ് തോന്നാൻ എന്താണ് കാരണം? ജന്തുക്കൾക്ക് സ്വന്തം വിസർജ്യത്തോട് അറപ്പ് തോന്നാൻ എന്താണ് കാരണം? അതിനൊരു കെമിസ്ട്രി ഉണ്ട്. അത് പരിണാമത്തിലൂടെ വന്നതാണ്. ഒരു ജന്തു അതിന്റെ വിസർജ്യം തന്നെ വീണ്ടും ഭക്ഷിക്കാതിരിക്കാൻ വേണ്ടി പരിണാമത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ജനിതക ഭാഷയാണ് അറപ്പ്. ദൈവത്തിന്റെ ഭാഷ അതാണ്. ദൈവം നമ്മളോട് പട്ടിയുടെ തീട്ടം തിന്നരുത് എന്ന് പറഞ്ഞത് ഈ ജനിതക കിതാബിലൂടെയാണ്. ഏത്? അറപ്പ് എന്ന വികാരം, ജന്മവാസന മനുഷ്യനിൽ നിക്ഷേപിച്ചുകൊണ്ടാണ് ദൈവം നമ്മളോട് തീട്ടം തിന്നരുത് എന്ന് പറഞ്ഞത്. ദൈവം അമ്മയെ പ്രാപിക്കരുത് എന്ന് പറഞ്ഞതും ആ ജനിതക ഭാഷയിലൂടെയാണ്. മനുഷ്യന് അത്യാവശ്യം വേണ്ട ധാർമ്മികതയൊക്കെ ഈ ജനിതക ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേറെ ഭാഷ കടമെടുത്തിട്ട് മനുഷ്യന്റെ തൊള്ളയിൽ കൂടെ മനുഷ്യന്റെ ഭാഷയും വാക്കും നാക്കും കടമെടുത്തിട്ട് വേറെ വെളിപാട് പറയേണ്ട ആവശ്യം ഗതികേട് ദൈവത്തിനില്ല. അതാണ് മുഹമ്മദ് അലി മാഷിക്കും പിന്നെ ഇപ്പൊ ചോദിച്ച ആൾക്കുള്ള മറുപടി. പിന്നെന്താ? പിന്നെ ഖുർആനിലെ വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിക്ക് ഞാൻ പലതവണ മറുപടി പറഞ്ഞിട്ടുള്ളതാണ്, മറുപടി എഴുതിയിട്ടുള്ളതാണ്. നമ്മുടെ ബ്ലോഗിലും മറ്റൊക്കെ അതിനുള്ള മറുപടി ഉണ്ട്. ഒന്ന്, അതും ദൈവത്തിന്റെ ഖുർആൻ ദൈവം എഴുതിയതല്ല എന്നതിന്റെ ഒന്നാമത്തെ തെളിവാണ് ആ വെല്ലുവിളി. കാരണം ഒരു ദൈവത്തിന് മനുഷ്യനെ സാഹിത്യരചനയ്ക്ക് വെല്ലുവിളിക്കേണ്ട ഗതികേടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആരാ ഈ ദൈവം? നിങ്ങൾ പ്രപഞ്ചത്തിന്റെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കി. ആ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച്, ആ പ്രപഞ്ചത്തെ മുഴുവൻ സംവിധാനിച്ച് നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന ഒരു ശക്തി, അതിന്റെ വലിപ്പം എത്രയേ? ഈ മനുഷ്യന്റെയും ഭൂമിയുടെയും വലിപ്പം ഞാൻ നേരത്തെ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ. ഇത്രയും നിസ്സാരനായ ഒരു ജന്തു മാത്രമായ ഒരു മനുഷ്യപ്പുഴുവിന്റെ മുമ്പിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് വന്നിട്ട് നിങ്ങൾ അറബി ഭാഷയിൽ ഇന്നേറ്റ് കവിതാ മത്സരത്തിനുണ്ടോ എന്ന് വെല്ലുവിളിക്കുക. ഏത് ഭാഷയിലൊന്നും പറഞ്ഞിട്ടില്ല. ഭാഷയൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. ഇതിന് തുല്യമായ എന്ന് പറഞ്ഞാൽ അറബിയിൽ എഴുതിയ ഒരു കിതാബ് കാണിച്ചിട്ട് ഇതിന് തുല്യമായ എന്ന് പറഞ്ഞാൽ അറബിയിൽ തന്നെയാ. അറബിയിൽ മാത്രമല്ല, അതിനൊക്കെ അന്ന് തന്നെ ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് എത്രയോ പാരഡികളും അധ്യായങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇന്ന് ഇന്റർനെറ്റിൽ സൂറ ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് തന്നെ ഉണ്ട്. ആ വെബ്സൈറ്റിൽ ഖുർആന്റെ ഒരുപാട് അധ്യായങ്ങൾക്ക് സമാനമായിട്ടുള്ള അധ്യായങ്ങൾ അറബി ഭാഷയിൽ തന്നെ എഴുതി വെച്ച് വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മളിപ്പോ ഒരു മത്സരം നടക്കുകയാണ്. അപ്പൊ അള്ളയും നമ്മളും തമ്മിലുള്ള ഈ സാഹിത്യ മത്സരം ആരാ ജഡ്ജിയാവുക? വലിയൊരു പ്രശ്നമാണതേ. ആരാണ് മത്സരത്തിന്റെ നോംസ് ഒക്കെ തയ്യാറാക്കുക? ഏത് മത്സരം നടക്കുകയാണെങ്കിലും അതിന് കുറച്ച് മാനദണ്ഡങ്ങളും ചട്ടങ്ങളും ഒക്കെ വേണ്ടേ? അള്ളയും നമ്മളും തമ്മിലുള്ള മത്സരത്തിൽ ആരാ ഈ മത്സരത്തിന് ജഡ്ജിയാവുക? ആരാണ് ഇതിന്റെ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കുക? ഞാൻ എഴുതി തരാം, ജഡ്ജി വരട്ടെ. ആ ജഡ്ജി ആരാ പറ്റുക? മുസ്ലിമായ ഒരാളെ ജഡ്ജിയാക്കാൻ പറ്റില്ല, അമുസ്ലിമായ ഒരാളെയും ജഡ്ജിയാക്കാൻ പറ്റില്ല. പിന്നെ ആരെ നമ്മൾ ജഡ്ജിയാക്കുക? അള്ള വരുമോ? അള്ള വന്നാലും പറ്റില്ല. കാരണം അള്ള ഇതിൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥിയാ. മലക്ക് വരുമോ? മലക്ക് വന്നാൽ നമ്മൾ സമ്മതിക്കില്ല, കാരണം മലക്ക് അള്ളാന്റെ സിൽബന്തിയാ. പിന്നെ ഹൂ വിൽ ജഡ്ജ് ഇറ്റ്?
അങ്ങനെ ജഡ്ജ് ചെയ്യാൻ ആളുണ്ടായിരുന്നെങ്കിൽ നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നല്ല സുന്ദരമായിട്ടുള്ള കവിതകൾ അതിനെതിരായിട്ട് വന്നിട്ടുണ്ട്. വന്ന കവിതകളെ നബി ആ വെല്ലുവിളി സ്വീകരിച്ച് കവിത എഴുതിയവരെ നബി എന്താ ചെയ്തത് എന്നുള്ള ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കി. കൊട്ടേഷൻ സംഘത്തിനെ വിട്ട് കൊല്ലുക ചെയ്തത്. അപ്പൊ ഇത്തരം വെല്ലുവിളികളൊന്നും യഥാർത്ഥത്തിൽ ഒരർത്ഥമില്ലാത്ത വെല്ലുവിളിയാണ്. ഇപ്പൊ ONV കുറിപ്പ് വന്നിട്ട് ഒരു നഴ്സറി ക്ലാസ്സിൽ വന്നിട്ട് ഇന്നേറ്റ് നിങ്ങൾ കവിതാ മത്സരത്തിനുണ്ടോന്ന് വെല്ലുവിളിച്ചാൽ നമുക്ക് ONV കുറിപ്പിനോടുള്ള എല്ലാ ബഹുമാനവും അതോടുകൂടി അവസാനിക്കുക ചെയ്യാം. ഖുർആനിലെ ഈ വെല്ലുവിളി വായിച്ചപ്പോൾ ദൈവത്തിനോടുള്ള എല്ലാ ബഹുമാനം പോവുകയായിരുന്നു.